നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം എന്തിനാണ് നമ്മൾ പറയാണ് എന്റർടൈൻമെന്റ് ആണ്. ഉം. പിന്നെന്തിനാ സെൻസർഷിപ്പ്? എന്തിനാണ് ഒരു നാട്ടിൽ അത് ഈ സെൻസർ ബോർഡ് എങ്ങനെ ഇന്ന ഉണ്ടാവും? പ്രായത്തിൽ ഇന്നത് കാണാൻ അതെ പറ്റും അത് എന്നുള്ള തന്നെ അത് തന്നെ എന്താണ് എന്ത് കാര്യമാണ് എന്റർടൈൻ ചെയ്യുന്നതിന് എന്താ ഇപ്പൊ പ്രശ്നം? ഞാൻ പറയുന്നത് അങ്ങനൊന്നുമല്ല. സെൻസർ ബോർഡ് ലോകത്തുണ്ടെങ്കിൽ കണിശമായിട്ട് മനസ്സിലാക്കിക്കോണം. ഇത് കാണിച്ചുകൂടാ, ഇത് കാണിക്കാം എന്ന് പറയുന്നത്. അവിടെ രാഷ്ട്രീയം വന്നു. അപ്പോഴാണ് കൃത്യമായിട്ട് ഇത് ഇനി ഇനിയും കണ്ടത് നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ളതാണല്ലോ എന്റർടൈൻമെന്റിന്റെ യുക്തി. ആ, ആ, ആ. വെറുതെ സിനിമ കണ്ടോട്ടെ. ആളുകളെ നമ്മൾ ഇൻഫ്ലുവൻസ് വെറുതെ ചെയ്യുന്നല്ലേ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പരസ്യങ്ങൾ മുഴുവൻ അങ്ങനെ തന്നെയല്ലേ? നമ്മൾ വെറുതെ കണ്ട് കാണത്തേ ഉള്ളല്ലോ. നമ്മളാരും കോൾഗേറ്റ് പേസ്റ്റ് മേടിക്കാൻ പോകത്തില്ലല്ലോ. ആഡ് ഫിലിം എന്നാണല്ലോ പറയുന്നത് അതെ. അല്ലേ? ആ. ആഡ് ഫിലിം ലോകത്തുണ്ടാകുന്നത് നമ്മളെ സ്വാധീനിക്കുമെന്ന് അറിയുന്നോണ്ടല്ലേ. നമ്മൾ കണ്ടതും കേട്ടതും നമ്മളെ സ്വാധീനിക്കാതെ ഇരിക്കത്തില്ലടോ. അങ്ങനെ ഒരു ന്യൂട്രലായ സിനിമയോ, ന്യൂട്രലായ എന്റർടൈൻമെന്റ് ഒന്നും ലോകത്തില്ല. അത് വെറുതെ ഈ മര്യാദകേടുകൾ പഠിപ്പിക്കുകയും മര്യാദകേടുകൾ ചെയ്യുന്നതിന്റെയും പ്രോപ്പഗൻഡ അല്ലാത്ത ലോകത്തൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മള് വാല്യൂ ചെയ്യുന്ന വാല്യൂസ് കാണിക്കുന്ന അത് അത് പ്രചരിപ്പിക്കുന്ന അത് പ്രോപ്പഗൻഡ എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൂടാ. അത് ഡിസിമിനേഷൻ എന്നുള്ള ഉം. നിലവാരത്തിലൊക്കെ നമ്മൾ പറയും. പക്ഷെ എന്നാലും നമ്മുടെ വാല്യൂസിന്റെ പ്രോപ്പഗൻഡ അതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഞാനിരുന്ന് പറയുന്ന സമയത്ത് ഞാൻ അപ്ഹോൾഡ് ചെയ്യുന്ന വാല്യൂസ് ഞാൻ ഇതിനകത്തൂടെ പരത്തുകയല്ലേ ചെയ്യുന്നേ. അതെ, അതെ, അതെ. അതില്ലാതെ എങ്ങനെ അത് മിണ്ടുന്നു? അതില്ലാതെ എങ്ങനെ കാണിക്കും? അങ്ങനെ ഒരു ലോകമുണ്ടോ? അത് വെറുതെ പറയുന്നതാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇത് ഞങ്ങൾ വളരെ സിമ്പിളായിട്ട് ആൾക്കാർക്ക് അങ്ങനെ ഒരു ലോകമില്ല. വാല്യൂ സിസ്റ്റം ഇല്ല ഉണ്ട് നമ്മൾ അതിനകത്ത് കാണും. അതില്ലാതെ നമുക്ക് പറയാനോ, പ്രവർത്തിക്കാനോ, ചിന്തിക്കാനോ സാധ്യമല്ല. ഒരു കവിത എഴുതിയാൽ, ഒരു കഥ എഴുതിയാൽ, നിങ്ങളൊരു വാക്ക് പറഞ്ഞാല് അതിനകത്ത് ഈ വാല്യൂയിൽ ഏതെങ്കിലും പോയി നിൽക്കും. ഇന്ന് രാജകീയമായ ഊണാണ് എനിക്ക് കിട്ടിയതെന്ന് പറയുന്ന ഒരു വളരെ സിമ്പിളായ വരിയാന്നോ? ശരിയാ. ആ. ഏഹ്? നമ്മൾ വെറുതെ നോക്കിയാ മതി. ഈ ഐപിഎൽ ടീമിന്റെ പേരുകളൊന്ന് നോക്ക്. ചെന്നൈ സൂപ്പർ കിങ്സ്, രാജസ്ഥാൻ റോയൽസ്, ലക്നൗ എല്ലാം കിങ്ങാ. ഡൽഹി ക്യാപിറ്റൽസ്. ഇത് ആ. നമ്മൾ വെറുതെ നോക്കിയാ മതി. ആ വാല്യൂ സിസ്റ്റം എന്ന് പറയാം. അതിനകത്ത് എല്ലാം നമുക്ക് കാണാം. ഈ മേല് കീഴ് ഉള്ള യുക്തികളിനകത്തുള്ളതാണ്. അല്ലാതെ സൈഡിൽ നോക്കുന്ന ഒരാളുടെയോ ഒരു പേര് പോലും അതിനകത്തെങ്ങും ഇല്ല. ഇത് സിമ്പിളായിട്ട് ഇരിക്കുന്നില്ല അങ്ങനെ. നമ്മളെല്ലാം പറയും. "ഓ! നിന്നെ കണ്ടാ ഒരു രാജകുമാരനെ" ഒരു റോയൽ ലുക്ക് ഉണ്ട്. ആ. രാജകുമാരൻ മക്കളെ വിളിക്കുന്നതാണ് പ്രിൻസസ്, മൈ പ്രിൻസസ്. നമ്മുടെ വാല്യൂ സിസ്റ്റമാണ് ഈ പറയുന്നത്. ഇത് പ്രചരിപ്പിക്കാതെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇതുകൊണ്ടാണ് വളരെ ബോധപൂർവം നമ്മൾ ഈ പറയുന്ന ബോഡി ഷേമിംഗ് എന്നൊക്കെ പറയുന്ന വരികളും എല്ലാം നമ്മൾ പറയുമ്പം, ഇതിനകത്തൂടെ ഒരു മെസ്സേജ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു വാല്യൂ സിസ്റ്റം നമ്മൾ കടത്തിക്കൊണ്ട് പോകുന്നുണ്ട് എന്നറിയാതെ ലോകത്തൊരു സിനിമയോ, ഒരു ഡോക്യുമെന്ററിയോ ഞാനിരുന്ന് ഈ പറയുന്ന പ്രഭാഷണത്തിനകത്തും ഈ വാല്യൂ സിസ്റ്റം വരും. എന്റെ മൂല്യബോധം എന്റെ വാക്കുകളിലൂടെ പ്രദർശിപ്പിക്കുകയും മറ്റുള്ളവരെ സ്വാധീനിക്കുകയും ചെയ്യും. അങ്ങനല്ലാത്ത ഒരു സാധനവും ലോകത്തില്ല. ഈ കണ്ണിനകത്തൂടെയും ചെവിക്കകത്തൂടെയും മൂക്കിനകത്തൂടെയും ഒക്കെ കടന്നു വരുന്ന ഏത് ഇൻഫർമേഷനും വാല്യൂ ലോഡഡ് ആണ്. അത് നമ്മളങ്ങനെ അറിയണം. ഇതുകൊണ്ടാണ് ഞാൻ ഈ ഗെയിമിനെ പറ്റി പറഞ്ഞാൽ വളരെ ഇൻസെൻസിറ്റീവ് ആയ ഒരു 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 2000 തൊട്ടുള്ള മുഴുവൻ ആൾക്കാരും കൊല്ലുന്നത് പ്രിസിഷനോടെ കൊല്ലുന്നതിനെ പറ്റി മാത്രമായിരിക്കും അവര് സംസാരിക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന വെടിവെക്കുമ്പം ഉന്നം തെറ്റിപ്പോയതിലുള്ള സങ്കടപ്പെടുന്നവർ മാത്രമേ കാണൂ. ഈ ദുരന്തരം ഇറങ്ങിയപ്പോ അതിന് ചുവടുവെച്ചിട്ടുള്ള കുറച്ചധികം ഫോർകാസ്റ്റ് ചെയ്തിട്ടുള്ള ചില പഠനങ്ങളൊക്കെ ആളുകൾ പറയുന്നുണ്ട്. ദാറ്റ് ഇപ്പോ ദുരന്തരം കൂടി വരുമ്പോ ആളുകൾക്ക് കുറച്ചുകൂടി അവര് ലെജിറ്റിമേറ്റ് ആയിട്ട്. കുറച്ചുകൂടി പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ദൃഢത വന്നു. കുറച്ചുകൂടി അത് സത്യങ്ങൾ തന്നെയാണത്. ആണെന്ന് ആളുകൾ വിശ്വസിക്കാൻ തുടങ്ങി. അപ്പോൾ ഇപ്പൊ കാണ്ഡഹാറിന്റെ പ്ലെയിൻ ഹൈജാക്ക് അന്നത്തെ ഗവൺമെന്റിന്റെ പിഴവ് കൊണ്ടാണെന്നും ഇന്നത്തെ ഗവൺമെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചടിക്കാൻ പറ്റുന്നുണ്ടെന്നും അന്നത്തെ ഗവൺമെന്റ് ഒരുപാട് പേരെ തീവ്രവാദികളെ വിട്ടുകൊടുത്തെന്നും ഇന്നത്തെ ഗവൺമെന്റ് ആ തീവ്രവാദികളെയൊക്കെ കൊല്ലുകയാണെന്നും അന്നത്തെ ഗവൺമെന്റ് മോശം ഇന്നത്തെ ഗവൺമെന്റ് നല്ലത് അന്നത്തെ ഗവൺമെന്റ് ഇത് ദുർബലർ ഇത് ഇന്നത്തെ ഇത് ഗവൺമെന്റ് ശക്തിയുള്ളവർ. ചെയ്യാതിരിക്കത്തേയില്ലെന്നാ ഞാനീ പറയുന്നേ. അത് പ്രകടമാകുന്നോണ്ടാണ് നിങ്ങൾ കണ്ടുപോകുന്നത്. പക്ഷെ ഓവർഡു ആയിപ്പോയി. അല്ല അത് പ്രകടമായി കാണുന്ന നിങ്ങൾ പ്രകടമായി പറയാനായിട്ട് കാണുന്ന തരത്തിൽ അവര് ചെയ്യുന്നതില് അതിന് പോലും ഉളുപ്പില്ലാതായി മാറി എന്നുള്ളതാണത്. അത് നമ്മളങ്ങനെ മനസ്സിലാക്കിയാ മതി. പക്ഷേ രാമായണ മഹാഭാരതം കാണിച്ചിട്ടാണ് ഈ ബിജെപി ഉണ്ടായെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അത് അങ്ങനെ തന്നെ മനസ്സിലായാ മതി. സീരിയലിന്റെ കാര്യമല്ലേ പറയുന്നത്. സീരിയല് തന്നെ വളരെ കൃത്യമായിട്ട് ഹിന്ദുക്കളെ ഉണ്ടാക്കിയ സാധനമാണത്. അല്ല അത് വെറും കഥയല്ലല്ലോ. വിളക്കൊക്കെ കത്തിച്ചിട്ടല്ലേ സ്ത്രീകൾ പോയി അതിന് മുന്നേ ഇരുന്നിട്ടുള്ളത്.
നമ്മൾ വെറുതെ ആലോചിച്ചാൽ മതി. സ്വാധീനിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഇവർ ഈ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ് ഈ പറയുന്ന സാധനം വളരെ അതൊരു ശുദ്ധ അസംബന്ധമാണ്. അല്ല, അപ്പൊ അത് ചേർത്ത് വെച്ചിട്ട് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ പറയുന്നുണ്ടല്ലോ 2035 വരെ അല്ലെങ്കിൽ 2040 വരെയൊക്കെ ഇനി ബിജെപി മാറ്റമില്ലാതെ തുടരും. അപ്പോ ഈ ബിജെപി ഇനി മാറ്റമില്ലാതെ തുടരണമെങ്കിൽ അമിത് ഷായ്ക്ക് ശേഷമോ അല്ലെങ്കിൽ മോദിജിക്ക് ശേഷമോ ഒക്കെ വേറൊരാള് വരണം എന്നുള്ള രീതിയിലൊക്കെ സംസാരങ്ങൾ വരുന്നുണ്ട്. അപ്പം ഏഹ്, ഈ പ്രൊപ്പഗൻഡയൊക്കെ ചെന്നെത്തുന്നത് അങ്ങനത്തെ ഒരു എൻഡ്ലെസ് ആയിട്ടുള്ള ഒരു ബിജെപി ഗവൺമെന്റിലേക്കാണോ? ഞാൻ പറയാം സെൻട്രൽ ഇന്ത്യ എന്ന് പറയുന്ന നമ്മൾ ഇന്ന് പറയുന്ന വടക്കേ ഇന്ത്യ എന്ന് പറയുന്നത് വേറൊരു രാജ്യമാണ്. അത് പണ്ടേ അങ്ങനെ തന്നെയാണ്. ഉം. എന്ന് പറഞ്ഞാൽ ലോകത്ത് നമ്മൾ അർഷനെ പറ്റി പറഞ്ഞാൽ അശോകനെ പറ്റി പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള മുഗൾ വംശങ്ങൾ മുഴുവൻ പറഞ്ഞാൽ എല്ലാം ഈ വടക്കേ ഇന്ത്യക്കാർ അവിടെ തന്നെയാണ് ഈ ഭരണം മുഴുവൻ നടന്നിട്ടുള്ളത്. ആ. നമ്മൾ ആരെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളവരല്ല. ഉം. തെക്കേ ഇന്ത്യയെ ഒരു റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്ന ഫുട് നോട്ടിലുള്ള ഉം. എന്താണ് ചോളന്മാരെന്ന് ദ്രവിഡിയൻസ്. അല്ല ഇവിടുത്തെ ഭരണക്കാരെ പറ്റിയുള്ള ഹിസ്റ്ററി എന്ന് പറയുന്നത് ഫുട് നോട്ടാണ്. അതെ, 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 അതെ. അല്ലാതെ ഇവരാരും ഇവിടോട്ടെങ്കിലും വന്നിട്ടില്ല. ശരിക്കും ഇന്ത്യക്കാരെന്ന് പറയുന്നത് ഇന്ന് നമ്മൾ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഇന്ത്യ. ഉം. കണ്ടഹാർ ഗാന്ധാര പ്രദേശം അതാണ്. ഈ മഹാഭാരതത്തിലെ ഗാന്ധാരമാണത്. അതിനപ്പുറത്ത് തൊട്ടപ്പുറത്താണ് കംബോജ ഉണ്ടായിരുന്നത്. ഇതൊക്കെ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ പാകിസ്ഥാൻ എന്ന് വിളിക്കുന്ന സാധനത്താണ് നമ്മുടെ ഈ ഇൻഡസ് വാലി സിവിലൈസേഷനും ഒക്കെ ഈ പറയുന്ന ഇതുകൊണ്ടാണ് ഗ്രേറ്റർ ഇന്ത്യ എന്നാണ് ബിജെപിക്ക് ഒരു സംശയം ഇല്ലാതെ അറിയാവുന്ന സാധനമാണ്. ഗ്രേറ്റർ ഇസ്രയേൽ ഉണ്ടാകുന്ന പോലെ തന്നെയാണത്. ഈ 3 വിഭാഗമാണതുള്ളത്. ഉം. 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 അമേരിക്കയിലെ ട്രംപിന്റെ ആൾക്കാരും നേതന്യാഹുവിന്റെ ആൾക്കാരും മോദിയുടെ ആൾക്കാരും ഒരൊറ്റ ടീമാണ്. ഉം. അവരൊരു അച്ചുതണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഇറാൻ വാറിന് തൊട്ട് മുമ്പ് ഇയാൾ അവിടെ പോകുന്നത്, മോദി അവിടെ പോകുന്നത്. അവിടെ പോയി നേതന്യാഹുവിനെ കെട്ടിപ്പിടിച്ചതിന്റെ പിറ്റേന്നല്ലേ ഈ യുദ്ധം തുടങ്ങുന്നത്. ശരിയാണ്. ഇതൊക്കെ നമ്മളത് കാണാതിരുന്നുകൂടാ. ആ ഏരിയകളൊക്കെ കാണുന്നത്. ഞാനിത് സിനിമയെ പറ്റി പറയുമ്പോൾ അവരത് വളരെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. ഇപ്പൊ ഇയാൾ പറഞ്ഞല്ലേ ബിജെപി 35-40 പേരെ ഭരിക്കും എന്ന് പറയുന്ന ആശയം പ്രചരിപ്പിച്ച് നോർമലാവും. അപ്പൊ നമുക്ക് അത്ഭുതമില്ല. ഉം. അത് നമ്മളെല്ലാരും പറഞ്ഞോണ്ടിരിക്കും. ശരി, ചിന്ത നമ്മളിലേക്ക് ഇൻസ്പെക്ട് ചെയ്യും അല്ലേ? അതുകൊണ്ടാണ് ഇപ്പം ഈ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുമല്ലോ. ഈ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് അവർക്കൊരു തടസ്സമായിട്ടാണ് അവർ അനുഭവിക്കുന്നത്. ഇതുകൊണ്ടാണ് ആ വനിതാ 500 എന്നുള്ളത് 800 ആക്കാൻ പോകുന്നത്, മണ്ഡലം പാർലമെന്റ് ആ. ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഉണ്ടാക്കുവാണെങ്കിൽ ബിജെപി തന്നെ തുടരും എന്നുള്ളതിന് നമുക്ക് സംശയം. ഇന്ത്യ മുഴുവനും. ഇന്ത്യ മുഴുവനും വരത്തില്ലല്ലോ. ഇന്ത്യയിലോട്ട് നമ്പർ കൂടത്തില്ല. ആ. താഴോട്ട് നമ്പർ കൂടുക എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണ്. ആ, അപ്പൊ 20 കേരളത്തിൽ 20 ഉള്ളത് 30 ആവുന്നാ പറയുന്നത്. ആ. അത് പരമാവധിയാണ്. ഈ കേരളത്തിൽ കൂടുന്ന കാര്യം ഇതുവരെ നോമിനേറ്റ് ചെയ്തിട്ടില്ല. ഉം. ആകെപ്പാടെ ഒരു സീറ്റെങ്ങാണ്ട് അവർക്ക് കൂടുന്നതായിട്ടാണ് 2-3 സീറ്റ് ഈ തമിഴ്നാട്ടുകാർക്ക് കൂടുന്ന കാര്യമാണ് തന്നിലുള്ളത്. ഉം. 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 ബാക്കിയൊക്കെ ഇല്ല. മറ്റിടത്ത് ശരിക്കും പറഞ്ഞാൽ 250-300 സീറ്റ് അഷ്വേർഡായ സീറ്റായി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇവിടുന്ന് ഈ സൗത്ത് ഇന്ത്യയിൽ നിന്നൊരു ഇലക്ഷൻ അവിടെ ചെന്നിട്ട് ആരെങ്കിലും പറഞ്ഞ് എടുക്കാനൊക്കത്തില്ല എന്നുള്ള കാര്യം വളരെ സട്ടിലായിട്ട് അവർ ചെയ്യുന്ന ഒരു സാധനമാണ് അത്. ഉം. 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 അവർ പാർലമെന്റ് ഉണ്ടാക്കിയപ്പോൾ 800 സീറ്റ് അവിടെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഉം. അപ്പോൾ അവർക്ക് നേരത്തെ പ്ലാനുള്ളതാ. അവരുടെ ഓരോ പ്ലാനും കൃത്യമായിട്ട് ചെയ്യുകയാണ് അവർ ആ, ചെയ്തോണ്ടിരിക്കുന്നത്. പുതിയ പാർലമെന്റിൽ 800 ആ. സീറ്റ് ഉണ്ട്. ശരിയാ. ആ.